ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുമോ? ഇത് സീമാൻ എഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ CSIR നെറ്റിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ ചെയ്തു. ഇത് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. അതായത് ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണേ. അതായത് ഒരു ആറ്റം, ആ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഒറ്റ ഒരു ഔട്ടർ ഇലക്ട്രോൺ മാത്രമേ ആ ആറ്റത്തിനുള്ളൂ. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L ആണുള്ളത്. ആ ഒറ്റ ഇലക്ട്രോണിൻ്റെ ആ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L ആണ്. അത് ഞാനൊരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുന്നു. ഒരു കാര്യം ഇവിടെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും ഇത് സീമാൻ എഫക്റ്റ് എന്നുള്ളതാണ്. ഇനി വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മിസ് ഇപ്പം പറയാണ് ഇത് നോർമൽ സീമാൻ എഫക്റ്റ് ആണെന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു. ഉറപ്പില്ല, പക്ഷെ പറഞ്ഞു വെക്കുന്നു. ഇനി നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എനർജി ലെവൽസ് ഇൻറ്റു വിച്ച് ദ ഹയർ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം സ്റ്റേറ്റ് സ്പ്ലിറ്റ്, അതായത് എനർജി ലെവലിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ഹയർ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ഒരു കാര്യം പറയട്ടെ, നോർമലി ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒറ്റ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. നോർമലി നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഒരു ഇലക്ട്രോണേ ഉള്ളെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ആയിരിക്കും. അല്ല, ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ 1s1 ആയിരിക്കും. രണ്ടെണ്ണമാണെങ്കിൽ 1s2 ആയിരിക്കും. ഇനി മൂന്നെണ്ണമാണെങ്കിൽ അത് 1s1, അങ്ങനെ 2p1, 1s2, 2p1 ഇങ്ങനെയായിരിക്കും. അപ്പം 2+1 മൂന്നെണ്ണം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കിയേ, ഔട്ടർ ഇലക്ട്രോൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഔട്ടർ ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുക, എസ്, അതായത് L=0 എന്നുള്ളത്. പക്ഷെ ഇവിടെ L=0 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം L ആണ്. L എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആംഗുലർ മൊമെൻറ്റം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ടില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് 1s1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് പറയണേ 1s1 എന്നങ്ങ് എടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ കേസ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ഇലക്ട്രോൺ ഇരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഇലക്ട്രോൺ ചിലപ്പം S സ്റ്റേറ്റിലായിരിക്കാം, P സ്റ്റേറ്റിലായിരിക്കാം, D സ്റ്റേറ്റിലായിരിക്കാം. ഇലക്ട്രോൺ ഒരിക്കലും ഏതായാലും S സ്റ്റേറ്റിലല്ല. S സ്റ്റേറ്റിലായിരുന്നെങ്കിൽ L=0 ആയേനെ. ഇവിടെ Lൻ്റെ വാല്യൂ L ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് Lന് പെർട്ടിക്കുലർ വാല്യൂ എന്തോ വരുന്നുണ്ട്, അത് 0 ആവത്തില്ല. അപ്പോൾ അതായത് S സ്റ്റേറ്റിലല്ല, ചിലപ്പോൾ P സ്റ്റേറ്റിലാവാം, D സ്റ്റേറ്റിലാവാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.